ഹായ് ഹലോ നമസ്കാരം. നമ്മളുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒന്ന് മാറാൻ ഒരു യാത്ര അനിവാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് പറ്റുന്ന എവിടം വരെ, ഇവിടുന്ന് അടൂർ വരെ ആണെങ്കിലും ഇവിടുന്ന് കായംകുളം വരെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് വന്നാൽ ആ ഒരു മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ ആ യാത്രകളൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. പെട്രോൾ അടിക്കാൻ 500 രൂപയുണ്ടോ, അതല്ല അമ്മ ഓക്കെ ആണോ, മോൻ ഡ്രൈവ് ചെയ്യാൻ ഓക്കെ ആണോ, ഇത്രയും മാത്രമേ ഞാൻ അതിനകത്ത് ചിന്തിക്കാറുള്ളൂ. ഏതെങ്കിലും തട്ടുകടയിൽ നിന്ന് ഒരു ദോശ വാങ്ങി കഴിച്ച് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ഞാനും എൻ്റെ മനസ്സൊന്ന് ഫ്രഷ് ആവുകയും ഇത് അതുപോലൊരു യാത്രയായിരുന്നു. കൊല്ലം വരെ പോകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓണത്തിൻ്റെ ആ ഒരു തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചതയത്തിനിറങ്ങിയ ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോഴാണ് കൊല്ലം വരെ ചെന്നപ്പോൾ അവിടെ ഒന്നുമില്ല. പക്ഷേ എന്നാൽ തിരുവനന്തപുരം വരെ പോയി കഴിഞ്ഞാലും കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ആ വീതികളിൽ എന്താ പറയുക, ലൈറ്റ് കൊണ്ട് എന്തെല്ലാം നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമോ അതുപോലെ മനോഹരമായിട്ടുള്ള ദീപകാഴ്ചകൾ അവിടെ അലങ്കരിച്ചിട്ടുണ്ടെന്നറിയുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമല്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാനൊരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് ഓർമ്മിക്കും. ഞാൻ കുക്കുവായിട്ടങ്ങ് യാത്ര തിരിക്കുമായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും നമ്മളുടെ 24 അവേഴ്സിനേക്കാൾ കൂടുതൽ ലൈഫിൽ സമയമുള്ളവരല്ല. ആ ഉള്ള സമയത്തെ ക്രമീകരിച്ച് അവർക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളും എന്താ പറയുക, ഫാമിലി ഒത്ത് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയങ്ങളും അവർ എൻജോയ് ചെയ്യുന്നതാണ് നമ്മളീ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ വിഴിഞ്ഞം ഹാർബർ എന്ന് പറയുന്നത് ഒരു കേട്ടുകേഴ്വി ഉള്ളായിരുന്നു, വിഴിഞ്ഞം പോർട്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അതൊരു റീൽസിൽ കണ്ടു പറ്റിയൊരു പണിയാണ്. വിഴിഞ്ഞം പോർട്ട് എന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അവിടെ എല്ലാം കടകളാണ്. ഇതൊരു റീൽസിൽ കണ്ടു, അവിടെ എന്താ മീൻമുട്ട കിട്ടും, ഫ്രഷായിട്ട് മീൻ വറുത്ത് തരും. പക്ഷേ അത് വിഴിഞ്ഞത്തിൻ്റെ വേറെ ഏതോ ഭാഗത്തായിരുന്നു. ചെന്ന് കയറിയത് വിഴിഞ്ഞം ഹാർബറിലായിരുന്നു. പക്ഷേ എത്ര മനോഹരമാണ് വിഴിഞ്ഞം ഹാർബർ. ആ ലൈറ്റിൽ രാത്രി 12:30-1 മണിക്കുള്ളൊരു അവസ്ഥയാണ് ഇത്. കാണാൻ ഭംഗിയെന്ന് മനസ്സിലാവില്ല. ഇത് നമ്മളുടെ അവിടെ അടുത്തുള്ളൊരു മാതാവിൻ്റെ പള്ളിയാണ്. അവിടെയും കണ്ടു, വിഴിഞ്ഞം പോർട്ടും കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു രസവടയും ദോശയും കഴിച്ച് അടുത്തുള്ള ഹോട്ടലിൽ കയറി റൂമെടുത്ത് ഒന്ന് വിശ്രമിച്ച് പിറ്റേന്ന് ഇടാനുള്ള ഡ്രസ്സ് പോത്തീസിൽ പോയി എടുത്തുകൊണ്ടാണ് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് വന്നത്. അവിടെ വന്നാൽ നല്ല ദോശയും പൂരിയും, വെജിറ്റേറിയൻ ഫുഡിനോട് ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ദോശ തിന്നാൻ എപ്പോഴും ഇഷ്ടമാണ്. മാത്രവുമല്ല ആങ്ങളെയും വൈഫും പോയിട്ട് പായസവും മഹാബോളിയും പായസവും കഴിച്ചു. അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ കരുതിയിരുന്നതാണ് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതും കഴിച്ചു. അപാര ടേസ്റ്റായിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ് മഹാബോളിയും പായസവും. ഇത് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നൊരു വഴിയാണ്. പൊന്മുടിയിലേക്ക് പോകുമ്പോൾ ഒരു 24 ഹെയർ പിൻ വളവുകളാണ് നമ്മൾ താണ്ടി ചെല്ലേണ്ടത്. അത് നല്ല കെയർഫുള്ളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണം. ഓരോ വളവുകളിലും എന്താ പറയുക, നമുക്ക് കുരങ്ങന്മാരെ കാണാൻ പറ്റും. അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നും അതില്ല. പക്ഷേ ആ പോകുന്ന യാത്രകളൊക്കെ ആസ്വദിച്ച് നമ്മൾ ആ മലയുടെ മുകളിൽ ചെന്ന് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, കോടയും മഞ്ഞും ഒക്കെ ആയിട്ട് ഒരു അസാധ്യമായിട്ട് ഉള്ളൊരു ഫീലിങ്സാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് കിട്ടുന്നത്. ആ കുളിർമയും സന്തോഷമൊക്കെ. 2 തവണ പോയപ്പോഴും കോട കൊണ്ട് സമൃദ്ധമായിരുന്നു നമ്മുടെ പൊന്മുടി എന്ന് പറയുന്നത്. 3 ദിവസം 4 ദിവസം മുമ്പ് ബ്രദർ പോയപ്പോഴും പരസ്പരം നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പോലും പറ്റാത്ത കോടയായിരുന്നു. അതുകൊണ്ടാണ് നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കോട പോയിട്ട് കോട വരുന്നൊരു ലക്ഷണം പോലും ഇല്ല. 5 മണി വരെ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു. 5 മണി വരെ വരുന്ന ലക്ഷണം ഇല്ലാതിരുന്നപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊരു ലൈറ്റായിട്ട് അവിടെ ഫുഡും അവൈലബിൾ ആണ് കേട്ടോ. ചെറിയൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ നിന്ന് നമ്മൾ ചീനി, കപ്പ, ചിക്കൻ കറി, പഴംപൊരി, ചായ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ദാണ്ട് അടുത്ത് എന്തൊക്കെയോ പറയുക, അതൊക്കെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. അവിടെയും ഒരുവിധം തിരക്കുകളുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ വന്നവർ. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഫാമിലിയിൽ നിന്നും അമ്മമാരെ കൂടി അവരുടെ യാത്രകൾ, അമ്മയും അച്ഛനും പ്രായമായവരൊക്കെ ഈ എല്ലാ ആഘോഷങ്ങളിലും അവരെ കൂടി ഉൾപ്പെടുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ അനാഥാലയങ്ങളുടെ എണ്ണവും വൃദ്ധസദനവും കൂടുന്നതോടൊപ്പം തന്നെ എന്നാലും അമ്മമാരെ മനസ്സിലാക്കി അവരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന മക്കളുടെ എണ്ണവും വളരെ കൂടുന്നതായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ യാത്രകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഷോപ്പിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.